ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മാർച്ച് 10 മുതൽ 16 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം, ഓസ്കാർ അവാർഡ് 2024. 2024 96ാമത് ഓസ്കാർ അവാർഡാണ് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ സംവിധാനം ചെയ്തതിനാണ് മികച്ച സംവിധായകനുള്ള 2024 ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളന് ലഭിച്ചത്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ. പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് 2024 എമ്മ സ്റ്റോണിന് ലഭിച്ചത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി. ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള 2024 ഓസ്കാർ അവാർഡ് കിലിയൻ മർഫിക്ക് ലഭിച്ചത്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. ഉത്തരം അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. മിഷൻ ദിവ്യാസ്ത്രയുടെ മിഷൻ ഡയറക്ടറാണ് ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത്. ഉത്തരം PK രാധാമണി. ഹിന്ദി സാഹിത്യകാരി അമൃത പ്രീതത്തിൻ്റെ അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ PK രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത്. കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളി. ഉത്തരം KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് KK ഗംഗാധരന് പുരസ്കാരം ലഭിച്ചത്. KK ഗംഗാധരൻ്റെ മലയാളം കഥേകലു എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയുടെ പേര്. ഉത്തരം സെല ടണൽ. അരുണാചൽ പ്രദേശിലാണ് സെല ടണൽ സ്ഥിതി ചെയ്യുന്നത്. സെല ടണൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ്. ഉത്തരം ഇൻസ്റ്റഗ്രാം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 2023-24 മാനവ വികസന സൂചിക പ്രകാരം 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 134. 193 രാജ്യങ്ങളിൽ 134ാം സ്ഥാനത്താണ് ഇന്ത്യ. 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്, 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് ഐസ്ലൻഡ്. 2024 സന്തോഷ് ട്രോഫി വിജയികൾ. 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആര്? ഉത്തരം സർവീസസ്. ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തി. സർവീസസിൻ്റെ 7ാം സന്തോഷ് ട്രോഫി കിരീടമാണ് ഇത്. അരുണാചൽ പ്രദേശിലെ യൂപിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം ഏത്? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം. ഉത്തരം സൗദി അറേബ്യ. 2024 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം. ഉത്തരം സീ ഡിഫൻഡേഴ്സ് 2024. വേദി പോർട്ട് ബ്ലെയർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തിൻ്റെ പേര്. ഉത്തരം സിറ്റാക്കോസിസ് അഥവാ തത്തപ്പനി. ക്ലവിഡോഫിലെ സിറ്റാക്കി എന്ന ബാക്ടീരിയ മൂലമുണ്ടാവുന്ന ശ്വാസകോശ രോഗമാണ് പാരറ്റ് ഫീവർ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയുടെ പേര്. ഉത്തരം ബൈച്ചം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ.
ഉത്തരം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ. ഉത്തരം ദ്വാരക എക്സ്പ്രസ് വേ. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയുമാണ് ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ എത്രാമത്തെ പ്രസിഡന്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 14. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവാണ് ആസിഫ് അലി സർദാരി. 2ാം തവണയാണ് ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ക്രിസ്റ്റാന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റാന പിസ്കോവയാണ് 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 11ാം സ്ഥാനത്ത്. ഇന്ത്യ 11ാം സ്ഥാനത്താണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനം. ഉത്തരം മാർച്ച് 13. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റ വ്യക്തിയാണ് കിഷോർ മക്വാന. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം. ഉത്തരം സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്. 2023 ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ് സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി എന്നിവർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വരുന്നത്. 2024 മാർച്ചിൽ പോർച്ചുഗൽ ഫന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ടൊവിനോ തോമസ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം? ഉത്തരം മഞ്ഞുമൽ ബോയ്സ്. 2018 എന്ന സിനിമയുടെ റെക്കോർഡാണ് മഞ്ഞുമ്മൽ ബോയ്സ് തകർത്തത്. ഗർഭചിത്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം? ഉത്തരം ഫ്രാൻസ്. പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പിരീഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം ഗുരു തിരിച്ചു വന്നപ്പോൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേന എന്നിവയുടെ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്? ഉത്തരം ഭാരത് ശക്തി. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവൽ? അടുത്തിടെ പ്രസിദ്ധീകരിച്ച വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാന നോവൽ? ഉത്തരം അൻഡിൽ ഓഗസ്റ്റ്. 2024 ലോക വൃക്ക ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 14. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്.
2024 ലോക വൃക്ക ദിനത്തിന്റെ പ്രമേയം. ഉത്തരം: ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും. രോഗപ്രതിരോധം മുതൽ നിർണയം വരെ തുല്യ പരിരക്ഷണത്തിന്റെ ലഭ്യത എന്നതാണ് 2024 ലോക വൃക്ക ദിനത്തിന്റെ പ്രമേയം. 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം: 112. 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. 166 രാജ്യങ്ങൾക്കിടയിലാണ് പഠനം നടത്തിയത്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ്. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം: ക്രിസ്റ്റാന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റാന പിസ്കോവയാണ് 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഉത്തരം: AS രാജീവ്. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. എത്രാമത്തെ തവണയാണ് രഞ്ജി ട്രോഫി കിരീടം മുംബൈ സ്വന്തമാക്കുന്നത്? ഉത്തരം: 42. 42ാമത്തെ തവണയാണ് രഞ്ജി ട്രോഫി കിരീടം മുംബൈ സ്വന്തമാക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങളും മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാനുമായി സഹകരിച്ച് ISRO നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ലൂപെക്സ് അഥവാ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം. ഉത്തരം: മഹാരാഷ്ട്ര. പൗരത്വ ഭേദഗതി ബിൽ 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? ഉത്തരം: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഹരിയാന മുഖ്യമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റത് ആര്? ഹരിയാന മുഖ്യമന്ത്രിയായി അടുത്തിടെ അധികാരമേറ്റത്. ഉത്തരം: നയാബ് സിംഗ് സൈനി. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. ഉത്തരം: കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം: ജാർഖണ്ഡ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി. ഉത്തരം: നമോ ഡ്രോൺ ദീദി. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആര്? 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്. ഉത്തരം: രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉത്തരം: മാർച്ച് 15. 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം: ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ AI എന്നതാണ് 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നടപ്പാക്കാനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. കിക്ക് സെർവ്. ഉത്തരം: കിക്ക് സെർവ്. ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം: ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: തമിഴ്നാട്. മാന്നാർ ഉൾക്കടലിലെയും പാക് ഉൾക്കടലിലെയും സമുദ്ര സമ്പത്തും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി രാമനാഥപുരം ജില്ലയിലാണ് തമിഴ്നാട് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടൽ ഒച്ചിന് നൽകിയ പേര്. ഉത്തരം: മെലനോക്ലാമിസ് ദ്രൗപദി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒച്ചിന് മെലനോക്ലാമിസ് ദ്രൗപദി എന്ന പേരു നൽകിയത്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗത്തിന്റെ പേര്. ഉത്തരം: ലൈം രോഗം.
ബോറേലിയ ബർഗ്ഡോർഫറി എന്ന ബാക്ടീരിയയാണ് രോഗത്തിന് കാരണമാവുന്നത്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. ഉത്തരം തളിപ്പറമ്പ്. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പേര്. ഉത്തരം സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. 2024 മാർച്ചിൽ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം അരുൺ ഗോയൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഉത്തരം ഗ്യാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു. ഗ്യാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു എന്നിവരെയാണ് അടുത്തിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തെരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ.